ഹായ്, രമണൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എടവണ്ണ പഞ്ചായത്തിലെ ഒതായി ചാത്തല്ലൂരുള്ള ആമസോൺ വ്യൂ പോയിന്റിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് യാത്രയുള്ളൂ. പക്ഷേ ഞാനിതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ആമസോൺ പോയിന്റിലുള്ള കാഴ്ചകളൊന്ന് കണ്ടുവരാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരുക. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറുന്ന പാതയൊക്കെ അതികഠിനം തന്നെയാണ്. നടന്ന് കയറിയിട്ടേ മഴച്ചാറുണ്ടെങ്കിൽ പോലും വേർത്ത് കുളിക്കുന്നുണ്ട്, ചെറിയൊരു കിതപ്പും. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്ററിലായി ഇപ്പോൾ കയറ്റം കയറാൻ തുടങ്ങിയിട്ട്. നമ്മളിങ്ങോട്ട് കയറുമ്പോഴേ എങ്ങനെ ആയാലും വെള്ളം എടുക്കണം. വെള്ളം എടുത്തില്ലേ പണി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തെങ്ങിലൊന്നും ഒറ്റ തേങ്ങ പോലുമില്ല. കാരണം എന്താ, വെള്ളത്തിൻ്റെ ആഴ്ച കഴിഞ്ഞിട്ടേ തേങ്ങ വരട്ട് പോയിട്ടുണ്ട്. യാത്ര എന്ന് പറഞ്ഞാൽ അത് കഠിനപരമായിട്ടുള്ള യാത്ര തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഈ കാഴ്ചകൾ കാണാൻ വരുന്നുണ്ട്. താഴെ ഒരാൾ ഇരിക്കുന്ന കണ്ടില്ലേ, ഒരു നീല ഷർട്ട് ഇട്ടിട്ട്. മൂപ്പരാകെ ആവശ്യമായിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവരൊക്കെ ബംഗാളികളാണ് കേട്ടോ, ഒക്കെ നമ്മുടെ നാട്ടിലെ ബംഗാളികളാണ്. അങ്ങനെ നമ്മൾ ആമസോൺ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നാലെ പോയി നമ്മൾ മഴക്കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ മഴ തീർന്നു. ഇവരൊക്കെ നമുക്ക് മുമ്പേ വന്ന് കാഴ്ചകൾ കണ്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങേണ്ടി വരും. ഇനി ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ വ്യൂ പോയിന്റിലെത്തും. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഏകദേശം ഒരു 11 മണി ആ ടൈമിലാണ്. ശരിക്കും ഇവിടെ രാവിലെ ഒരു 6 മണി 6:30 വരണം. ആ സമയത്ത് വരുമ്പോൾ കോടമഞ്ഞാൽ ചുറ്റി കിടക്കുന്നതുകൊണ്ടേ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, കണ്ടില്ലേ. നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കാഴ്ചകൾ. എന്തൊരു ഭംഗിയല്ലേ പ്രകൃതി കാണാൻ. പ്രകൃതിയും നമ്മുടെ ടൗണുകളും എല്ലാം വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. ആ നദി കണ്ടില്ലേ, യു ആകൃതിയിലാണ് കിടക്കുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരിക്കും അമ്മ തന്നെയാണ്. കാരണം ഇവിടെ പോയവർക്ക് ഇവിടുത്തെ ഭംഗി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മഴയെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോട്ടെടുത്ത് നന്നായി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു. ഈ കോട്ട് നമ്മളെ രക്ഷിച്ചു തന്നെ പറയുവാണെങ്കിൽ. കയറിയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു, ഇപ്പം മഴയായി. മഴയത്ത് ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ വൈബ് തന്നെ ആയിരിക്കും. അങ്ങനെ ഏകദേശം കാഴ്ചകൾ കൊണ്ട് മഴ ശക്തിയൊരു കൂടി വരുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ നോക്കുകയാണ്. കാരണം ഇനി അധികം മഴ പെയ്ത് കഴിഞ്ഞാൽ താഴോട്ടുള്ള വഴി ആകെ ചളിയാണ്. അപ്പം പിന്നെ ഇറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥലം ഒന്ന് കണ്ടു നോക്കുക. കാരണം നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലമാണിത്. വൈബ് വൈബ് വൈബ്